ഞാൻ ഇത്തരം ഒരു തീരുമാനമെടുക്കേണ്ടായ കാരണം ഏതാണ്ട് അരമണിക്കൂർ മുൻപ് ഒരു പത്രസമ്മേളനത്തോട് വളരെ വിശദമായി തന്നെ സംസാരിച്ചതാണ്. അത് ആവർത്തിക്കുന്നില്ല. ഞാൻ 2-3 കാര്യങ്ങൾ എന്തുകൊണ്ട് ബി ജെ പിയിലെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എൻ്റെ മനസ്സിൽ ഏറ്റവും തങ്ങിയ 1-2 കാര്യങ്ങൾ മാത്രം പറയുന്നു. ഞാൻ 40 വർഷക്കാലമായി ഏറെ വർഷക്കാലമായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനമാണ്. പഞ്ചായത്തിൻ്റെ വിവിധ തലങ്ങളിലെ ബാങ്കിൻ്റെ 87-95 വരെ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ വൈസ് പ്രസിഡൻറ്റ്, പുതുതാടി പഞ്ചായത്തിൽ 3 ടൈം പഞ്ചായത്ത് മെമ്പർ, 1 ടൈം വൈസ് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എല്ലാ നിലകളിലും കോൺഗ്രസിൻ്റെ കൈച്ചിഹ്നത്തിന് തന്നെ മത്സരിച്ച് ജയിച്ചതാണ്. ഇപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചത്, ഇത്രയും വർഷം കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളും നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി നിങ്ങളിപ്പം ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നു? അപ്പോൾ എനിക്കതിന് കൃത്യമായൊരു മറുപടി ഉണ്ടായത്. എൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, നാളിതുവരെ രാഹുൽജി എന്ന പേരല്ലാതെ ഇത്തിരി ഇമോഷണലായിപ്പോയി, സോറി, അദ്ദേഹത്തെ നമ്മൾ കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും വയനാട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ജില്ലാ DCC ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ അപ്രാപ്യനായ ഒരു നേതാവായിട്ട് തോന്നാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലപ്പോഴും വരുമ്പോൾ പുറത്ത് വെയിലത്ത് നിന്ന് കൈ കൊടുക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ജില്ലാ ഭാരവാഹികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയത്തിലൊരു ഗതികേടാണ്. മണിക്കൂറുകളോളം DCCയുടെ ഭാരവാഹികൾ പുറത്ത് കൽപ്പറ്റയിലെ ബസ് സ്റ്റാൻഡിന് പുറത്ത് കാത്തു നിൽക്കുക, അദ്ദേഹം വന്നിറങ്ങുമെന്ന് കൈ കൊടുക്കാൻ വേണ്ടി ഇടിച്ച് കൂടുക. ആ ഇടിയുടെ ഒപ്പം തന്നെ ജില്ലാ നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾ ഇദ്ദേഹത്തെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നൊരവസരം, ഒരിക്കലും തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ വലിയ പരാതി. എന്നെപ്പോലെ തന്നെ ഒട്ടേറെ പ്രവർത്തകർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവസരം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ജനപ്രതി എന്ന നിലയിൽ വേദനാജനകമാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സാധാരണക്കാരനുമായിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്നുള്ള 5 വർഷത്തെ ഒരു പോരായ്മയായി തന്നെ ഞാൻ കാണുകയാണ്. പിന്നെ എനിക്കുണ്ടായൊരു കാഴ്ചപ്പാട്, 5 വർഷം കൊണ്ട് വയനാട് ജില്ലയ്ക്ക് ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ്, രാഹുൽ ഗാന്ധിയുടേതായ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയാൻ, എടുത്തു പറയാനൊന്നും എൻ്റെ കാഴ്ചപ്പാടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. ഏതാനും സ്കൂളുകൾക്ക് ബസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും ഹോസ്പിറ്റലുകൾക്ക് ജീപ്പുകൾ കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു പ്രോജക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. പിന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി നിലയിൽ മുൻപ് ഷാനവാസൊക്കെ ആയിരുന്നപ്പോഴും MP എന്ന നിലയിൽ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് കൈ കൊടുത്തുകൊണ്ടുള്ള ഒരപ്പുറം അദ്ദേഹത്തിന് നമ്മളോട് അടുക്കാൻ കഴിയുന്നില്ല. പല കാരണങ്ങളുണ്ടാവും. അദ്ദേഹം സെക്യൂരിറ്റിയോ പേരെന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയുള്ള ജനപ്രതിക്ക് ഇനിയാണെങ്കിലും നമ്മളെ എത്രമാത്രം സഹായിക്കാൻ പറ്റും, നമ്മളോട് എത്രമാത്രം ഇടപെടാൻ പറ്റും എന്നുള്ള സംശയം എനിക്ക് വളരെ വ്യക്തമായിട്ട് കുറേ കാലങ്ങളുമായി എൻ്റെ മനസ്സിലുണ്ട്. ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചില റോഡ് ഷോയൊക്കെ ഞങ്ങളുടെ പാർട്ടി അവലോകനത്തിൽ, കഴിഞ്ഞ കോൺഗ്രസിൻ്റെ അവലോകനങ്ങളൊക്കെ വളരെ കൃത്യമായി AICCയുടെ നിരീക്ഷകരടക്കം പറഞ്ഞത് അതൊരു ഫെയിലിയറായിരുന്നുള്ളതാണ്. ബത്തേരിയിൽ നടത്തിയതായാലും പുൽപ്പള്ളിയിൽ നടത്തിയതായാലും 1000-1500 ആൾ ഒതുങ്ങുന്ന ഒരു റോഡ് ഷോ ആയിപ്പോയി എന്ന് പറയുന്നത് വളരെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ നേതാവ് എന്നുള്ളതിൽ അത് പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നി. AICCയുടെ വാക്താക്കൾ അത് തുറന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള തുടർന്നുള്ള പ്രവർത്തനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളും റിജിയെ പോലെയുള്ളവരും ഒക്കെ പലരും ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു. ബഹുമാന്യായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഗോപിയുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനും ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും പറ്റി. തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഓഫറൊന്നുമില്ല. എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേകമായിട്ട് സുധാകരൻ എന്നോട് പറയാനുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ പ്രത്യേകമായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ BJP സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എല്ലാ രീതിയിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരൊരു നീക്കം നടന്നത്. അത് ഇന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ BJPയിലേക്ക് വന്ന കാരണങ്ങൾ വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിൽ പറയാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയിൽ എനിക്ക് ഒരു അംഗമെന്ന നിലയിൽ, നിങ്ങളുടെ എളിയ ഒരു സഹപ്രവർത്തന നിലയിൽ, പൂതാടിയിൽ മാത്രമല്ല ഏത് മേഖലയിലെ പ്രവർത്തനത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് പൂതാടി പഞ്ചായത്ത് കഴിഞ്ഞ 2015-20 കാലഘട്ടത്തിൽ എന്നോടൊപ്പം ഞാനന്ന് 8 കോൺഗ്രസിൻ്റെ മെമ്പർ, 4 BJPയുടെ മെമ്പർമാരോട് സത്യസന്ധമായി പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ളത്.
ആ 4 BJP മെമ്പർമാരുമായിട്ട് ഞാൻ വളരെ സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അനുഭവമുണ്ട്. കാരണം ഞാൻ ഒരു സീനിയർ നിലയിൽ ആ ബഹുമാനം എനിക്ക് തന്നിരുന്നത് അവരോട് ഞാനും ആ ബഹുമാനത്തോട് തന്നെ പെരുമാറുക. ഇപ്പം നിലവിൽ 3 മെമ്പർമാരുണ്ട്, അവരുമായിട്ടും നല്ല സൗഹൃദത്തിലാണ്. പ്രകാശിനെ പോലുള്ളവരൊക്കെ എപ്പോഴും ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയത്തിൽ എൻ്റെ ചേരികളാണ് നല്ല സുഹൃത്ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടും ഞാൻ ഒന്നിച്ച് ഞങ്ങൾ പല സംഘടനകളിൽ ഞാനും ശ്രീ PC ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചെങ്കിൽ പോലും ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നൊരു സാഹചര്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ തെറ്റ് തിരിച്ചറിയാൻ കാലതാമസം വന്നൊരു തോന്നൽ വന്നു. ഏറ്റവും അവസാനമായി പോയി എന്നൊരു തോന്നൽ. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് ഒരു തീരുമാനം ഞാനെടുത്ത് വളരെ കൃത്യമായ സമയത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ കൃത്യമായ സമയം. ഇത്രയും നല്ലൊരു സമയമില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിലയിൽ നിന്നും നമ്മൾ വരുന്ന പാർട്ടിയെ സഹായിക്കാൻ നമുക്ക് വരണം. എൻ്റെ മനസ്സിലുള്ള കാര്യമാണ്, വരുന്ന പാർട്ടിയെ സഹായിക്കാൻ പറ്റണം. BJPയിലേക്ക് ഏതെങ്കിലും സമയത്ത് കടന്നു വന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കടന്നു വരുന്നതിലോ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ സമയം തന്നെ തിരഞ്ഞെടുത്തത്. ആ സമയം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മനസ്സിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്രയും മറ്റ് വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇനി നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ജില്ലാ കോൺഗ്രസ് ബത്തേരി വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മറ്റ് ഇല്ല ജില്ലാ കോൺഗ്രസ്. പിന്നെ ഞാൻ നിലവിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. പൂതാടി സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. മുൻപും ഡയറക്ടറായിരുന്നു, ഈ ടൈമിലും ഉണ്ട്. പാർട്ടിയുടെ അവഗണനയേക്കാളൊരു പാർട്ടിയുടെ അവഗണന എന്ന് ഞാൻ പറയുന്നില്ല. പാർട്ടിയിലെ ചില താല്പര്യങ്ങൾക്ക് ഞാൻ വിരുദ്ധമാണ്. കാരണം പലപ്പോഴും പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ. ഒറ്റ ഉദാഹരണം മാത്രമാണ്. പൂതാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയിൽ ആ ബാങ്കിൻ്റെ 50 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് റിപ്പയർ ചെയ്യാൻ വേണ്ടി 1,26,00,000 രൂപ വകയിരുത്താൻ വിശ്വാം മാസ്റ്റർ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ ഡിസെൻഡിങ് എഴുതിയത് അവിടുത്തെ അന്നത്തെ വൈസ് പ്രസിഡന്റ് MN ദിവാരനാണ്. MN ദിവാരൻ എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് എഴുതി. ആ ഒറ്റ കാരണം കൊണ്ട് ഏറ്റവും നല്ല ഒരു ഡയറക്ടറായിരുന്ന, ക്വാളിഫൈഡ് ആയിരുന്ന SC/ST കോർപ്പറേഷൻ്റെ ഡയറക്ടറായിരുന്ന MN ദിവാരനെ പ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. എന്ത് എതിർക്കുന്ന ആളെ വെട്ടി ഒതുക്കുക, അല്ലെങ്കിൽ ചവിട്ടി ഒതുക്കുക, ചവിട്ടി പുറത്താക്കുക എന്നുള്ള ചിലരുടെ നയങ്ങളുണ്ട്. അത് കുറേയൊക്കെ ഞാനും അനുഭവിച്ചാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും അത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് എൻ്റെ ഈ ചേക്കാറിൽ ഉണ്ടായിരുന്നു. ഞാൻ മിനിങ്ങാന്ന് വരെ പരിപാടികളുണ്ടായിരുന്നു. മിനിങ്ങാന്ന് വരെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിൽ, അതേപോലെ തന്നെ പരിപാടികളുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. നിൽക്കുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ട്. ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിനൊക്കെ എല്ലാവരെയും കൂട്ടുന്നത് ശരിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ വളരെയധികം ആൾക്കാർ, അത് നേതൃത്വ നിലയിൽ തന്നെ കുറേ അധികം ആൾക്കാരുണ്ട്. അവർ വരാൻ തയ്യാറായി തന്നെ നിൽക്കുന്നു. ഒറ്റ ഉണ്ട്. പറയാം. അല്ല ഞാനതിൽ കൃത്യമായി പറയുന്നു. ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കും ആ പ്രസ്ഥാനത്തോട് 100% നീതി പുലർത്തണം. കോൺഗ്രസ് പ്രവർത്തനം കോൺഗ്രസിനോട് നീതി പുലർത്തണം. അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസും പകുതി BJP ആയിട്ട് അപ്പം നിൽക്കുന്നതിന് അർത്ഥമില്ല. എൻ്റെ മനസ്സിലത്തെ കാര്യങ്ങളെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിനെ ഞാൻ അതിന് നീതി പുലർത്തിയേ മതിയാവും. അല്ലാതെ 2 പക്ഷം നിൽക്കുന്നത് ശരിയല്ല. അതിനുശേഷം ഞാൻ വളരെ ഇത് ആലോചനയുണ്ടെങ്കിൽ പോലും അതിൽ നിൽക്കുന്നിടത്തോളം കാലം ഇതിനോട് നീതി പുലർത്തണമെന്ന് വിശ്വസിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ടിസ്റ്റ് ചെയ്തല്ല. ഞാൻ നാളുകളായുള്ള ആലോചനയുടെ പരിണിത ഫലമാണ് ഇന്ന് ഇത്തരം തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. ഒരു പരിധിവരെ എന്ന് മാത്രം പറയും. എന്തോ ആഫോ അത് നിഷേധിക്കുന്നില്ല. അങ്ങനെയാണ്. ഓക്കെ. മറ്റൊരു ഒറ്റ വിഷയങ്ങൾ ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ബഹുമാന്യായ രാഹുൽ ഗാന്ധി നമ്മുടെ ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇവിടെ 26-നാണ് വോട്ടെടുപ്പ്. 26 വോട്ടെടുപ്പിന് മുൻപ് അദ്ദേഹം പ്രഖ്യാപിക്കേണ്ട വളരെ ഗൗരവമായൊരു കാര്യമുണ്ട്. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനുള്ള ഒരു ബാധ്യത, കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിനുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചതാണ്. സ്മൃതി ഇറാനിയോട്, ബഹുമാനപ്പെട്ട MP മന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട. ഈ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ മടിച്ചു നിൽക്കുന്നു. ആ ഒരു ഒളിച്ചുകളി രാഷ്ട്രീയത്തിൽ സത്യസന്ധതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം 26-ന് വോട്ടെടുപ്പിന് മുൻപ് അത് പ്രഖ്യാപിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാറുള്ളത്.